ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സൽ VBAയിൽ ഈഫ് ഓർ ആൻഡ് മൂന്ന് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സയൻസ്, സോഷ്യൽ, മാത്തമാറ്റിക്സ് ഈ മൂന്ന് വിഷയത്തിലും മിനിമം 30 കിട്ടിക്കാണണം. ടോട്ടൽ മാർക്ക് 200 ആയിരിക്കണം. എങ്കിൽ ഇവിടെ പാസ് അല്ലെങ്കിൽ ഫെയിൽ. ഇത് ഷീറ്റ് 1-ലാണ്. ഇനി ഷീറ്റ് 2-ൽ ഈഫ് ആൻഡ് ഓറാ രണ്ട് കണ്ടീഷനാണ്. ഇതിൽ തന്നെ സയൻസ്, സോഷ്യൽ, മാത്തമാറ്റിക്സ് മിനിമം ഏതെങ്കിലും ഒന്നിൽ 30 മാർക്ക് കിട്ടിയാൽ മതി. ടോട്ടൽ 200 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ പാസ് ഫെയിൽ ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്, ഇൻസേർട്ട്, മോഡൽ. നമുക്ക് ആദ്യമായി മൈക്രോയുടെ പേര് സബ് ഏതായാലും നിർബന്ധ. CND1 കണ്ടീഷൻ 1 ഒരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാം. ഫോർ i സമം ആദ്യമായി ലൂപ്പ് വേണം 2 to 21 റോയിലാണ് അവിടെ ഡാറ്റ കിടക്കുന്നത്, മാർക്ക് ലിസ്റ്റ് കിടക്കുന്നത്. if sheet 1 dot cells I comma D science greater than equal 30 and sheet 1 dot cells I comma E സോഷ്യൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ 30 ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ ആൻഡ് ഷീറ്റ് 1 ഡോട്ട് സെൽസ് I കോമ F അതായത് മാത്തമാറ്റിക്സിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ 30 ആയിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ എന്താ? ആൻഡ് ഷീറ്റ് 1 ഡോട്ട് സെൽസ് I കോമ G അത് ടോട്ടൽ മാർക്ക് എന്ന് ഗ്രേറ്റർ ദാൻ ഈക്വൽ 200 ആയിരിക്കണം. ദെൻ ഈ കണ്ടീഷനൊക്കെ ഒത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ കണ്ടീഷനൊക്കെ ഒത്തു വന്നാൽ ഷീറ്റ് 1 ഡോട്ട് സെൽസ് I കോമ H പാസ് ഫയലിലെ കൊളം സമം PAS പാസ്. അല്ലെങ്കിലോ എൽസ് ഷീറ്റ് 1 ഡോട്ട് സെൽസ് I കോമ H സമം FAIL. ഈഫ് എടുത്തപ്പോൾ എൻഡ് ഈഫ് അടുത്ത് ലൂപ്പ് നെക്സ്റ്റ് I. ഇതൊക്കെ കണ്ടീഷൻ മനസ്സിലായി കാണും തോന്നുന്നു. I കോമ D ഇത് സോഷ്യൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ 30 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ സയൻസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 30 ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ മാത്തമാറ്റിക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 30 ആയിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ I കോമ G അതായത് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ 200 ആയിരിക്കണം. എങ്കിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ. ഫെയിൽ 213 ആൾക്കുണ്ട്, പക്ഷേ ഇയാൾ സോഷ്യലിൽ തോറ്റുപോയി. നാലാമത്തെ ആൾ 36 ഫെയിലാണ്. കാരണം 161 ഉള്ളൂ. സബ്ജക്റ്റിലും മൂന്നിലും ജയിച്ചു. പക്ഷേ ടോട്ടൽ മാർക്ക് 161. ഇയാൾക്ക് 200-ൽ കൂടുതൽ മാർക്കുണ്ട്, പക്ഷേ സയൻസിൽ പൊട്ടിപ്പോയി. 202 ഫയൽ തന്നെ മാത്തമാറ്റിക്സിൽ പൊട്ടിപ്പോയി. ഫയൽ പാസ് ഫയൽ
710 ഉണ്ട്. ഇയാൾ സയൻസിൽ പൊട്ടിപ്പോയി. അടുത്ത നമുക്ക് ഈഫ് ആൻഡ് ഓറാ. ഇവിടെ ഈഫ് ആൻഡ് ഓർ. അതിനാദ്യമായിട്ട് ഡെവലപ്പർ വിഷ്വൽ ബേസിക്. നമുക്കൊരു പുതിയ മൈക്രോ ഉണ്ടാക്കാം. സബ് CND 2. രണ്ടാമത്തെ കണ്ടീഷൻ for I സമം 2/21. ഇവിടെ ഈഫ് കണ്ടീഷനാണ്. ഈഫ് sheet2 dot cells I, G അതിലെ ടോട്ടൽ മാർക്ക് greater than equal to 100. THE done. ഇനി നമുക്ക് രണ്ടാമത്തെ ഈഫ് കണ്ടീഷൻ. ഈഫ് sheet2 dot cells I, G അല്ല I, D the social greater than equal 30. അതും അല്ലെങ്കിൽ ഓർ sheet2 dot cells I, E സയൻസിൽ greater than equal 30. അതും അല്ലെങ്കിലോ sheet2 dot cells I, F അതായത് മാത്തമാറ്റിക്സിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഒത്തു വന്നാൽ എന്ത് ചെയ്യണം? sheet2 dot cells I, H ആണ് പാസ് ആൻഡ് ഫയൽ കോളം സമം പാസ് എൻഡ് ഈഫ്. ഇത് ഈ എൻഡ് ഈഫ് തന്നെ ആദ്യത്തെ കണ്ടീഷൻ്റെ ഈ കണ്ടീഷനിൽ ഒത്തു വന്നതിലെ പാസ്. ഈ കണ്ടീഷൻ ഒത്തു വരാണ്ട് ഇവിടെ ഒത്തു വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞ് ഇനിയും എൽസ്. കോപ്പി കൺട്രോൾ ഫയൽ. എൻഡ് ഈഫ്. അടുത്ത ഈഫിൻ്റെ എൽസ്. ഫയൽ. അടുത്ത എൻഡ് ഈഫ്. നെക്സ്റ്റ് ആദ്യത്തെ കണ്ടീഷൻ എൽസ് വന്നു കഴിഞ്ഞാലോ ഫയൽ എൻഡ് ഈഫ്. രണ്ടാമത്തെ കണ്ടീഷൻ എൽസ് വന്നാലും ഫയൽ വന്നേനെ. പക്ഷേ ആദ്യത്തെ കണ്ടീഷനിൽ പാസ് ഉണ്ടെങ്കിലും രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം വരുന്നില്ല. അതിവിടെ തന്നെ എൻഡ് ഈഫ് ആയി എൽസ് ഫയൽ കാണിക്കും. ആദ്യത്തെ കണ്ടീഷൻ ഫയലെങ്കിൽ റൺ ചെയ്യുക. ഇവിടെ പാസ്, ഇവിടെ ഫയൽ കാണിക്കുന്ന, ഇവിടെ ഫയൽ. ഇവിടെ 234 മാർക്ക് ഫയൽ തന്നെ. കാരണം 28, 24, 27 ഒന്നിലും പാസ്സായില്ല, മൂന്നിലും ഫയൽ. അതുകൊണ്ട് ടോട്ടൽ മാർക്ക് ഇവിടെ ഉള്ളത് കൊണ്ടും ഫയൽ തന്നെ. ഇവിടെ ഫയൽ 202 പാസ്. കാരണം ഒന്നിൽ 2 വിഷയത്തിൽ ഇയാൾ ജയിച്ചു. 202 കൂടിയിട്ട് 253 പാസ് പാസ് പാസ്. ഫയൽ 199 ഇവിടെ തന്നെ ഫയലായി. ഫയൽ പാസ് 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 പാസ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എന്തെങ്കിലും ഫാൾട്ടോ വല്ലതും ഉണ്ടെങ്കിൽ തെറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.